നമസ്കാരം ആൻഡ്സ് ക്രാഫ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോംപോം ഉപയോഗിച്ചിട്ടുള്ള ഒരു റാബിറ്റിനെയാണ്. എങ്ങനെയാണ് ഈ പോംപോം ബണ്ണിനെ ഉണ്ടാക്കാനെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ: ഒരു യാൺ, പിന്നെ 2 ഫെൽറ്റ് ആണ്, കട്ടിയുള്ള ടൈപ്പ് തുണിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കട്ടിയുള്ള പേപ്പർ ആയാലും മതി. സിസേഴ്സ്, പിന്നെ ഒരു ചെറിയ കോട്ടൺ ബോൾ, പിന്നെ 2 കണ്ണ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറുത്ത മുത്തായാലും മതി, അല്ലെങ്കിൽ പേപ്പറിൽ ഇങ്ങനെ ഈ ഒരു ഇത് കട്ട് ചെയ്തെടുത്താലും മതി. ഒരു ഫാബ്രിക് ഗ്ലോ, ഒരു മുത്ത്, മാലയൊക്കെ കെട്ടാൻ എടുക്കുന്ന ഒരു വയറില്ലേ, ആ ഒരു വയറ്. ഇപ്പം ഇതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പോംപോം ബണ്ണീസിനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ യാൺ എടുക്കുക. ഒരു കയ്യിൽ ഇത്ര വരെ വലിപ്പം വരുന്ന ഒരു യാൺ കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇങ്ങനത്തെ ഒരു ബോളാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. നമ്മൾ കൈ വെച്ചിട്ടാണ്, ഈ 2 കൈ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു 50 ടൈംസ് ഇങ്ങനെ റാപ്പ് ചെയ്യാണ്. നമുക്ക് 50 ടൈംസ് റാപ്പ് ചെയ്യാം. ഇപ്പോൾ 50 നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ എടുക്കാം. എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് വയറല്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഏകദേശം നടുവിലായിട്ട് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതങ്ങോട്ട് കെട്ടുക. നല്ല ടൈറ്റിൽ കെട്ടണേ, ഒരു 2 പ്രാവശ്യം കെട്ടണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പോർഷനും കട്ട് ചെയ്ത് പോക്കുക. നമുക്ക് ഈ ഒരു ബോളിനെ ഈ ഒരു ബോളാക്കിയിട്ടെടുക്കണം. അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഈ ഒരു ഇത് വെച്ചിട്ട് കട്ട് ചെയ്ത് ഒരു പൊസിഷൻ മാറ്റി മാറ്റി കൊടുക്കുക. ഇങ്ങനെ ഒരു ബോൾ ആവുമ്പം സ്റ്റോപ്പ് ചെയ്യുക. അപ്പം നമുക്ക് ചെയ്ത് തുടങ്ങാം. അങ്ങനെ നമ്മൾ പോംപോം ബോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഭയങ്കര ഫ്ലഫിയാണ്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇതിനെക്കാട്ടൊരു വലിയ സൈസ് ബോളാണ്. ഇത് കൂട്ടൊരു ബോളാണ്. നേരത്തെ ചെയ്ത മാതിരി തന്നെ ഒരു ഇത്ര പോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് വയ്ക്കാം. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം 50 ആണ് എടുത്തത്. പിന്നെ ഇതൊരു 100 ടൈംസ് എടുക്കാം. നമ്മൾ നേരത്തെ 2 വിരൽ വെച്ചിട്ടാണ്, ഇത് 4 വിരൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 4 വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. നേരത്തെ ഇതിന് കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതേമാതിരി തന്നെ കെട്ട്. അങ്ങനെ ഞാൻ ഓൾറെഡി കെട്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നേരത്തെ ചെയ്ത മാതിരി തന്നെ ചെയ്യാനി. തന്നെ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം. കൈ ശ്രദ്ധിക്കണേ. കണ്ടില്ലേ, ഇതിനെക്കാട്ടും ഫ്ലഫിയാണിത്. നമുക്കിതിനെ ഈ 2 പോംപോം ബോൾസിനെ കൊണ്ട് എങ്ങനെ ബണ്ണീസിന് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഫെൽറ്റ് എന്ന് പറഞ്ഞ തുണീൻ്റെ അകത്തുനിന്ന് ഇങ്ങനത്തെ ഒരു 2 പീസ്, ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ റാബിറ്റിൻ്റെ ചെവി വരയ്ക്കാൻ പോവാണ്. ഒരു വലിയതും ഒരു ചെറുതും. ഇത് 2 ഇത് 2. വലുത് ഞാൻ ചെയ്യുന്നത് ബ്ലാക്കിലാണ്, ചെറുത് ഞാൻ ചെയ്യുന്നത് പിങ്കിലാണ്. അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. ഞാൻ നേരത്തെ കാണിച്ച പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് വെച്ച് മുറിച്ചാൽ മതി. ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. നമ്മളങ്ങനെ ഇയർ ഒട്ടിച്ചു. ഈ ഒരു ട്വൈനില്ലേ, ഈ ഒരു വിരലിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 എണ്ണമാണ് കട്ട് ചെയ്യേണ്ടത്. അത് ഇതിൻ്റെ അകത്ത് ഗമ്മ് വെച്ചിട്ട് കോർക്കുക. കുറച്ച് നേരം വെച്ചാൽ മതി, ഒട്ടിക്കോളും. ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട്
ഒട്ടിക്കാം. നമുക്കിത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫുൾ സ്റ്റിക്കായിട്ടുണ്ട്. ഷേപ്പ് ചെയ്യുക. ഇനി ഷേപ്പ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഗമ്മ് തേച്ചിട്ടുണ്ട്. എന്നിട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഈ 2 പോംപോം ബോൾസ് വരുന്നതിൻ്റെ അവിടേക്കാണ്. കുഞ്ഞി റാബിറ്റ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു. വേറൊരു ഇൻട്രസ്റ്റിംഗ് ക്രാഫ്റ്റുമായിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.